കൃഷ്ണ ഗുരുവായൂരപ്പ നമസ്കാരം. സ്വാഗതം. അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്മരണ മാത്രേണ ജന്മസംസാര ബന്ധനാത് വിമുച്യതേ. നമസ്തസ്മൈ വിഷ്ണവേ പ്രഭവിഷ്ണവേ. അപ്പോൾ ഏതൊരു സ്മരണ, ഏതൊരു ദേവൻ്റെ സ്മരണയിലാണോ നമുക്ക് ഈ എല്ലാ ദുരിതങ്ങളും അകന്നു പോകുന്നത്. ആ ദേവൻ്റെ നാമങ്ങളാണല്ലോ വിഷ്ണു സഹസ്രനാമം. ആ വിഷ്ണു സഹസ്രനാമത്തിലെ ഓരോ നാമവും ഭഗവാന്റെ ആ ഒരു കീർത്തിയെയും ശ്രേഷ്ഠതയെയും വെളിപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ കയ്യിൽ താമര എന്ന് പറയുന്നത് മോക്ഷത്തിൻ്റെ പ്രതീകമാണെന്ന് വേണമെങ്കിൽ പറയാം, മനസ്സിൻ്റെ പ്രതീകമാണെന്ന് പറയാം. കാരണം അതിൽ എങ്ങനെയാണോ താമര ഒരു വെള്ളത്തിലോ ചെളിയിലോ കിടക്കുമ്പോഴും അതിൽ ചെളിയോ വെള്ളമോ നനയുന്നില്ല, അത്രയ്ക്ക് അത് ഒട്ടലില്ലാതെയാണ് ഇരിക്കുന്നത്. അതുപോലെയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്ന് പറയുന്ന ഒരു വലിയ സന്ദേശമാണ് ഭഗവാന്റെ രൂപം തന്നെ നമുക്ക് തരുന്നത്. അപ്പോൾ പത്മപത്രം ഇവ അംബസ എന്ന് ഗീതയിൽ പറയും. അങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. എങ്ങനെയാണോ ഒരു പത്മപത്രം, താമരയില വെള്ളത്തിൽ ഉള്ളതുപോലെ, താമരയിലെ വെള്ളത്തിന് നനയ്ക്കാൻ കഴിയില്ല, അതുപോലെ ചെളിയിൽ കിടക്കുന്ന താമരയ്ക്ക് ആ ചെളി താമരയെ ഒട്ടും തന്നെ സ്വാധീനിക്കുന്നില്ല, അല്ലെങ്കിൽ നനയ്ക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ അഴുക്ക് പറ്റുന്നില്ല. ചെളിയുടെ അഴുക്കൊന്നും താമരയെ നനയ്ക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതുപോലെ ഈ ദുഃഖ ദുരിതങ്ങളുടെ സംസാര ലോകത്ത് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ അതിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശം ഭഗവാന്റെ രൂപം തന്നെ നമുക്ക് നൽകുന്നു. അപ്പോൾ ഈ ഭഗവാന്റെ രൂപം കയ്യിൽ താമര പോലും ആ ഒരു സന്ദേശമാണ് നൽകുന്നത്. എങ്ങനെയാണ് ഈ സംസാരത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എന്നുള്ള വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. അപ്പോൾ ഭഗവാന്റെ നാമങ്ങൾ 781 മുതൽ 790 വരെയുള്ള നാമങ്ങൾ നോക്കാം. അത് വരുന്ന ശ്ലോകങ്ങൾ: ദുർലഭോ ദുർഗമോ ദുർഗാ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗ സ്തംതുസ്തം തോർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാകമ ഉദ്ഭവ സുന്ദര സുന്ദര രത്നനാഭസ്വലോചന. ആ ഒരു ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ നാമങ്ങൾ വരുന്നത്. അതായത് 781 മുതൽ 790 വരെയുള്ള നാമങ്ങൾ. 781 ദുരാരിഹ എന്നാണ്. അപ്പോൾ ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ ഭഗവാൻ നിഗ്രഹിക്കുകയും അവർക്ക് മോക്ഷം കൊടുക്കുകയും ഒക്കെ ചെയ്തതായിട്ട് നമ്മൾ ഭഗവാന്റെ ലീലകളിൽ നമ്മൾ ഒരുപാട് കഥകൾ നമുക്കറിയാം. ഇവിടെ അങ്ങനെയുള്ള ദുർമാർഗത്തിൽ സഞ്ചരിക്കുന്നവനാണ് ദുരാരി. അവനെ നിഗ്രഹിക്കുന്നു ഭഗവാൻ, അവനെ ഇല്ലാതെയാക്കുന്നു. അങ്ങനെയുള്ള ഭഗവാൻ, അതാണ് ദുരാരിഹ. ഹ എന്ന് പറയുമ്പോൾ എപ്പോഴും ഹനിക്കുക, ഇല്ലാതെയാക്കുക, നിഗ്രഹിക്കുക എന്നാണ് അർത്ഥം. ഇനി 782 ശുഭാംഗ, ശോഭനമായ അംഗത്തോടു കൂടിയവൻ, സുന്ദരവും മംഗള രൂപവുമായ ശരീരത്തെ ധരിക്കുന്നവൻ. ശുഭ അംഗം ശരീരം അല്ലെങ്കിൽ അംഗങ്ങളോട് കൂടിയവൻ. ശുഭമായ ശോഭനമായ സുന്ദരമായ അംഗങ്ങളോട് കൂടിയവൻ ഭഗവാൻ. ഇനി 783 ലോകസാരംഗ, അതായത് ലോകത്തിന് തന്നെ സാരംഗമായവൻ. സാരംഗം വണ്ട് എന്നാണ്. അപ്പോൾ വണ്ട് സാരത്തെ മാത്രം ഗ്രഹിക്കുന്നവൻ എന്നും പറയാം. പുഷ്പത്തിൻ്റെ ഇപ്പോൾ വണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പുഷ്പത്തിൽ പല ഭാഗങ്ങളും ഉണ്ടല്ലോ. ഇപ്പോൾ ഇലയും പൂവിൽ പിന്നെ മണമുണ്ട്, അതുപോലെ അതിൻ്റെ ഇതളുകൾ വളരെ ആകർഷണീയമാണ്. എന്നാൽ വണ്ട് അതൊന്നും നോക്കാറില്ല. വണ്ടിന് അതൊന്നും വേണ്ട. വണ്ട് അതിൻ്റെ തേൻ മാത്രം നുകരുന്നു. അപ്പോൾ പൂവിൻ്റെ സൗന്ദര്യത്തിലോ പൂവിൻ്റെ ഇതളുകളുടെ ഭംഗിയിലോ ഒന്നും ഭ്രമിക്കാതെ തനിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും വെരി എസൻസ് എന്ന് പറയില്ലേ, ആ ഒരു എസൻസ് മാത്രം എടുക്കാൻ എന്നതാണ് വണ്ടിൻ്റെ സ്വഭാവം. അതുപോലെയാണ് പിന്നെ ഭഗവാൻ ലോകസാരംഗ, ലോകത്തിന് വണ്ടായവനാണ് ഭഗവാൻ എന്ന് പറയുന്നു.
ഭഗവാൻ ലോകത്തിൻ്റെ ഈ മായാ സ്വഭാവം ഉണ്ടല്ലോ, നമ്മളെപ്പോഴും അതിൽ കിടന്നാണല്ലോ നമ്മൾ ഭ്രമിക്കുന്നത്. ഈ മായാ സ്വഭാവത്തെയൊക്കെ ഭഗവാൻ തിരസ്കരിക്കുന്നു. എന്നിട്ട് ആ വ്യാപാരങ്ങളെയും പ്രതിഭാസങ്ങളെയും ഒക്കെ തിരസ്കരിച്ച് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ മാത്രം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നു. എങ്ങനെയാണോ ഒരു വണ്ട് പൂവിൻ്റെ ആ ഒരു മണമോ അല്ലെങ്കിൽ അതിൻ്റെ ഇതളുകളോ ഒന്നും നോക്കാതെ അതിൻ്റെ ആ തേന് മാത്രം എടുക്കുന്നത്, അതുപോലെ ഭഗവാൻ ലോകസാരംഗ, ലോകത്തിൻ്റെ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രവർത്തനങ്ങളെ തുടർന്നുണ്ടാകുന്ന പല പ്രതിഭാസങ്ങളൊക്കെ ഭഗവാൻ തിരസ്കരിക്കുന്നു, അത് നോക്കാറില്ല. എന്നിട്ട് ഭഗവാൻ എന്താണ്, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെ മാത്രം തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ ലോകസാരംഗ. ഇനി 784 സുതന്തു, അതായത് ശോഭനമായ വിസ്താരമുള്ളവൻ ഭഗവാൻ. തന്തു എന്ന് പറയുമ്പോൾ വിസ്തൃതമായത് എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ഈ വിസ്തൃതമായ പ്രപഞ്ചം തന്നെ ഭഗവാന്റെ ആണല്ലോ. വ്യാപ്നോതി ഇത് വിഷ്ണു എന്നാണ്. വിഷ്ണു ആരാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചമായിട്ട് സർവവും വ്യാപിച്ചു നിൽക്കുന്ന ബ്രഹ്മം തന്നെയാണ് വിഷ്ണു എന്നായിരിക്കെ, ഈ വിസ്തൃതമായ പ്രപഞ്ചം ഭഗവാന്റെ തന്നെ ഭഗവാൻ തന്നെ ആയി തീർന്നതാണ്. വിഷ്ണു ഭഗവാൻ ആര് എന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം തന്നെയാണ്. അപ്പോൾ പ്രപഞ്ചമായി പരന്ന് എങ്ങും വ്യാപിച്ച് കിടക്കുന്ന ഭഗവാൻ ശോഭനമായ വിസ്താരമുള്ളവനാണ്. അതാണ് സുതന്തു. ഇനി വിസ്തൃതമായത് എന്നർത്ഥം, തന്തു എന്നതിനർത്ഥം വിസ്തൃതമായത്. ഇനി നാമം 785 തന്തുവർദ്ധന, തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ. തന്തു വംശപരമ്പരയാണ്. ആ വംശപരമ്പരയെ ഭഗവാൻ വർദ്ധിപ്പിക്കുന്നു എന്ന്, അതാണ് തന്തുവിനെ വർദ്ധിപ്പിക്കുന്നവൻ ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൽ സകല ജീവജാലങ്ങളും ഭഗവാനിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭാഗവതത്തിലൊക്കെ ആ കഥകൾ ഒരുപാടുണ്ട്. അപ്പോൾ അതെല്ലാം എങ്ങനെയാണ് ആ സൃഷ്ടിവർദ്ധന, വംശവർദ്ധന ഒക്കെ ഉണ്ടായത് എന്നും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ വംശപരമ്പരയെ വർദ്ധിപ്പിക്കുന്നത് ഭഗവാനാണ് എന്ന് പറയുന്നു. ലോകങ്ങളും ജീവികളും നശിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്നതും ഭഗവാന്റെ പ്രവൃത്തിയാണ്. അപ്പോൾ സംഹാരമൂർത്തിയും സൃഷ്ടിസ്ഥിതി സംഹാരം, ഇത് മൂന്നും ഭഗവാൻ തന്നെയാണ്. അത് പല പേരുകളിൽ നമ്മൾ ബ്രഹ്മാവെന്നും വിഷ്ണു എന്നും ശിവനെന്നും വിളിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി 786 ഇന്ദ്രകർമ്മ, ഇന്ദ്രൻ്റെ കർമ്മത്തോടു കൂടിയവൻ ഭഗവാൻ. അതായത് ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ പരമ ഐശ്വര്യം എന്നാണ് അർത്ഥം. അപ്പോൾ ഇന്ദ്രൻ്റെ കർമ്മത്തോടു കൂടിയത് എന്ന് പറയുമ്പോൾ പരമ ഐശ്വര്യമായിട്ടുള്ള കർമ്മം ചെയ്യുന്നവൻ ഭഗവാൻ, ഐശ്വര്യമായിട്ടുള്ള കർമ്മം ചെയ്യുന്നു, അതാണ് ഇന്ദ്രകർമ്മ. ഇനി 787 മഹാകർമ്മ, ഭഗവാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും മഹത്തരമായിരിക്കുമല്ലോ. മഹത്തായ കർമ്മങ്ങൾ ചെയ്തവൻ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി അതൊരു മഹത്തായ കർമ്മമല്ലേ. അതുപോലെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് സ്ഥിതി, അതുപോലെ സംഹാരം, ഇതെല്ലാം സങ്കല്പമാത്രം കൊണ്ട് ഭഗവാൻ നിർവഹിക്കുന്നു. ഭഗവാൻ അതിന് വലിയ പ്രയാസമൊന്നുമില്ല, വളരെ ലാഘവത്തോടു കൂടിയാണ് ഇതെല്ലാം ഭഗവാൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ മഹാകർമ്മ, മഹത്തായ കർമ്മം, ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്ന ഭഗവാൻ മഹാകർമ്മ എന്നറിയപ്പെടുന്നു. ഇനി 788 കൃതകർമ്മ, കൃതം ചെയ്യപ്പെട്ട എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞ ഭഗവാൻ, എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞവൻ കൃതകർമ്മ, അതിൽ കൃതാർത്ഥനായവൻ എന്നും പറയാം. അപ്പോൾ ധർമാചരണത്തിൻ്റെ ഭാഗമായിട്ട് കർമ്മം പൂർണ്ണമായും ചെയ്തവൻ ഭഗവാൻ, തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക വഴി തൻ്റെ കർമ്മം പൂർണ്ണമായിട്ടും നിർവഹിക്കുന്നു, അല്ലെങ്കിൽ നിർവഹിക്കപ്പെട്ടവൻ, അതിൽ കൃതാർത്ഥനായവൻ എന്നാണ് അർത്ഥം. ഇനി 789 കൃതാഗമ, കൃതാഗമ ആഗമങ്ങളെ സൃഷ്ടിച്ചവൻ. അപ്പോൾ വേദരൂപത്തിലുള്ള ആഗമങ്ങളെ ഭഗവാനാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഭഗവാന്റെ ശ്വാസമാണ് വേദങ്ങളെന്ന് പറഞ്ഞു. എല്ലാം ഭഗവാനിൽ ലയിച്ചു എന്ന് പറഞ്ഞു പ്രളയകാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആഗമങ്ങളെ, വേദരൂപമായിട്ടുള്ള ആഗമങ്ങളെ ഭഗവാനാണ് സൃഷ്ടിച്ചത്. ആഗമങ്ങൾ എന്നാൽ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ എന്നും പറയാം. എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങളും ആഗമങ്ങളായിരിക്കെ ഭഗവാൻ കൃതാഗമ, ആ ആഗമങ്ങളെ, എല്ലാ തരത്തിലുള്ള ആധ്യാത്മിക ശാസ്ത്രങ്ങളെയും സൃഷ്ടിച്ചത് ഭഗവാൻ എന്ന് പറയുന്നു. അതാണ് കൃതാഗമ. ഇനി 790 ഉദ്ഭവ, ഉദ്ഭവ തൻ്റെ ഇച്ഛയനുസരിച്ച് ഉത്കൃഷ്ടമായ ഭാവം,
ജന്മം സ്വേച്ഛയാ ഭഗവാൻ സ്വീകരിക്കുന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ ഇച്ഛയനുസരിച്ച് ഉത്കൃഷ്ടമായ ഭാവം അല്ലെങ്കിൽ ജന്മം സ്വന്തം ഇച്ഛയാൽ തന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ലോകഹിതത്തിന് ഉപകരിക്കുന്ന ജന്മത്തോടു കൂടിയവൻ ഭഗവാൻ. അപ്പോൾ ഭഗവാന്റെ ജന്മം എന്ന് പറയുന്ന ലോകഹിതത്തിന് ആണ് അത് എന്താ പറയുക ഉപകരിക്കപ്പെടുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാ കാര്യങ്ങൾക്കും ഭഗവാനെ ആശ്രയിക്കുന്നത്. എല്ലാറ്റിനെയും നശിപ്പിക്കുന്ന മൃത്യുവും അതുപോലെ എല്ലാം ഉണ്ടാകുന്ന ജന്മവും ഞാൻ തന്നെയാണ്. അപ്പോൾ മൃത്യുവും ജന്മവും മൃത്യു സർവഹരശ്ചാഹം എന്ന് പറയുന്നുണ്ട്. ഉദ്ഭവശ്ച ഭവിഷ്യതാം എന്ന ഗീതയിൽ 10ാമത്തെ ചാപ്റ്റർ 34ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് മൃത്യു സർവഹരശ്ചാഹം. മൃത്യുവും സർവത്തിനെയും നശിപ്പിക്കുന്ന എന്താ പറയുക സംഹാരവും ഞാൻ തന്നെയാണ്. ച അഹം മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവ ഭവിഷ്യത. എല്ലാം ഉണ്ടാകുന്നതും എല്ലാം ലയിക്കുന്നതും എല്ലാം ഭഗവാനിലാണ്. അപ്പോൾ ഭഗവാനാണ് എല്ലാറ്റിനെയും എല്ലാത്തിനെയും ഉണ്ടാകാൻ പോകുന്നവയുടെ ജന്മവും എല്ലാത്തിനെയും നശിപ്പിക്കുന്ന മൃത്യുവും എല്ലാം ഭഗവാനിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ സർവ്വതും ഭഗവാനാണ് എന്നുള്ള ഒരു അറിവിലേക്കാണ് നമുക്ക് എത്താൻ കഴിയുക. അപ്പോൾ ആ ഒരു ഭഗവാന് ഇത്രയും ഭാഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. അതായത് 781 മുതൽ 790 വരെയുള്ള നാമം, അത് വരുന്ന ശ്ലോകങ്ങൾ: ദുർലഭോ ദുർഗമ ദുർഗ, ദുരാവാസോ ദുരാരിഹ, ശുഭാംഗോ ലോകസാരംഗ, സുന്ദസ്തം തുവർദ്ധന, ഇന്ദ്രകർമ്മ മഹാകർമ്മ, കൃതകർമ്മ കൃതാഘമ, ഉദ്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന. ആ ശ്ലോകങ്ങളുടെ ഇടയിലാണ് ഈ 781 മുതൽ 790 വരെയുള്ള നാമങ്ങൾ വരുന്നത്. അപ്പോൾ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ നമസ്കാരം. ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. നന്ദി.